1400 വർഷങ്ങൾക്ക് മുമ്പ് പടച്ചവനെ പ്രവാചകന്റെ കാലഘട്ടത്തിലു ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ വെളിയിലിറങ്ങരുത്, ഞാൻ വരുന്നത് വരെ വീടിന്റെ പുറത്തു നീ പോകരുത്. ഭർത്താവ് പറഞ്ഞിട്ട് യാത്രയാവുകയാ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ വാപ്പയങ്ങ് രോഗിയാവുകയാണ്. പെട്ടെന്ന് പിതാവ് രോഗിയായി. പടച്ചവനെ, എല്ലാവരും എന്ന് പറഞ്ഞ് നിന്റെ വാപ്പ രോഗിയായി കിടക്കുകയാ. അല്ലാഹുവേ, ഭർത്താവ് പറഞ്ഞു വീടിന്റെ വെളിയിലിറങ്ങരുത്. ആ പെണ്ണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരാളിനെ പറഞ്ഞു വിടുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവ് രോഗിയായി കിടക്കുകയാണ്, എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് നബിയേ. പക്ഷേ എന്റെ ഭർത്താവ് വീട് വിട്ട് വെളിയിലിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വാപ്പാനെ ഒന്ന് കാണാൻ പോകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കലാണ് നല്ലത്. നിന്റെ ഭർത്താവിനെ നീ അനുസരിക്കൂ. പടച്ചവനെ, ജനങ്ങൾ രണ്ടാമത് വന്നു പറഞ്ഞു, പെണ്ണേ, നിന്റെ പിതാവ് മരണസമയത്താ, നിന്റെ വാപ്പയതാ മരണാസന്നമായി കിടക്കുകയാ. നിന്റെ വാപ്പ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അല്ലാഹുവേ, അപ്പോഴും പ്രവാചകന്റെ ചാരത്തേക്ക് പറഞ്ഞു വിടുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ജന്മം നൽകി എന്റെ പിതാവ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു നബിയേ. ഞാനൊന്ന് പോയി അവസാനമായിട്ടൊന്ന് കാണാൻ പോകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭർത്താവിനനുസരിക്കൂ. പെങ്ങളെ, മൂന്നാമത് ജനങ്ങൾ വന്ന് പറഞ്ഞു, പെണ്ണേ, നിന്റെ വാപ്പ മരണപ്പെട്ടു, വാപ്പാന്റെ മയ്യത്ത് കാണാനെങ്കിലും നീ ഇറങ്ങി വരുവോ? അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണ് പ്രവാചകന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുകയാ. എന്റെ വാപ്പ പോയി നബിയേ, അവസാനമായി ഞാനും ആ ജനാസ കാണാ പോകട്ടെ നബിയേ. പ്രവാചകൻ എപ്പോഴും പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? പെണ്ണേ, നിന്റെ ഭർത്താവിനനുസരിക്കൂ. സ്വന്തം ബാപ്പ മരിച്ചിട്ട് പോലും കാണാ പോയില്ല. ഭർത്താവ് പോകരുതെന്ന് പറഞ്ഞാ പോകരുത്. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ നീ എങ്ങാണം വീട് വിട്ട് വെളിയിലിറങ്ങിയാ ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും നിന്നെ ശപിക്കും പെണ്ണേ. അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപം നിനക്ക് കിട്ടുകയോ? ആ പോകുന്ന വഴിയിലെങ്ങാനും നീ മരിച്ചു പോയാ ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും പോയി. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങുന്ന ഭാര്യ കൊടുക്കാമടാ ചെറുപ്പക്കാരോ, അവൾക്ക് തല്ല് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. മൂന്നാമത്തെ ഭാര്യയാരാ? പടന്ന പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, പടച്ചുറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. പടച്ചവനെ, സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ എഴുന്നേറ്റ് ചാരത്ത് കിടക്കുന്ന ഭാര്യ വിളിച്ചുണർത്തി നിസ്കരിക്കാൻ പറഞ്ഞിട്ട് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അതേ കിടപ്പിൽ തന്നെ കിടക്കുകയാ. നമസ്കാരം ഉപേക്ഷിക്കുന്ന ഭാര്യമാര്, നിസ്കരിക്കാത്ത ഭാര്യമാര്, അവർക്ക് തല്ല് കൊടുക്കാമടാ ചെറുപ്പക്കാരോ, അവൾക്ക് തല്ല് കൊടുക്കാമടാ ചെറുപ്പക്കാരാ. നാലാമത്തെ ഭാര്യയാരാ? രാത്രി ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുകയാണ്. ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് പള്ളിയിലേക്ക് പോയി നമസ്കരിച്ചു. പക്ഷേ ഭാര്യ എഴുന്നേറ്റിട്ടില്ല. അവൾ അല്ലാഹുവേ വലിയ അശുദ്ധിക്കാരിയാണ്. അവൾ കുളിക്കുന്നില്ലോ. കുളി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാ. പെണ്ണെ, കുളിക്കടി എന്ന് പറഞ്ഞിട്ടും വലിയ അശുദ്ധിക്കാരിയാണ്, ഹൈലുകാരിയാണ്. ശുദ്ധിയായിട്ടും കുളിക്കാതെ ഇങ്ങനെ നടക്കുകയാ. റബ്ബേ, ആ ചെറുപ്പക്കാരാ പെണ്ണിനെ തല്ല് കൊടുക്കാമടാ. 5ാമത്തെ പെണ്ണാരെന്നറിയുവോ? പടന്നയിലെ ഓരോ ചെറുപ്പക്കാരും പഠിക്കണം പൊന്നുമോര്. അവിടുന്ന് പറയുകയോ,
ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, നീ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കാറുണ്ട്. സാരിയെങ്കിൽ സാരി, ചുരിദാറെങ്കിൽ ചുരിദാറ്, സ്വർണമെന്ന് പറഞ്ഞ സ്വർണം അവള് ചോദിക്കുന്നത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കാറുണ്ടല്ലോ. പക്ഷേ പാതിരാത്രി നിന്റെ മണിയറയിലേക്ക് കടന്നു വരുമ്പോ വരുന്ന കോലമൊന്ന് ചിന്തിക്കടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൈലാഞ്ചിയിടാതെ മണിയറയിൽ പോകുന്ന ഭാര്യ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല. മൈലാഞ്ചിയിടാതെ മണിയറയിൽ പോകുന്ന ഭാര്യ, പടച്ചവനെ സുറുമയിടാതെ മണിയറയിലേക്ക് കടന്നു പോകുന്ന ഭാര്യ പ്രവാചകൻ ഇഷ്ടമില്ലായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ പടന്നയിലെ ചെറുപ്പക്കാരാ, എടാ നിന്റെ മുന്നിൽ വരുമ്പോ എങ്ങനെയാ നിന്റെ ഭാര്യ വരുന്നത്? പക്ഷേ പടന്നയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നിന്റെ ഭാര്യ പോകുന്ന രംഗം കണ്ടിട്ടുണ്ടോ? പടച്ചവരെ പുതുവസ്ത്രങ്ങൾ ധരിച്ചു, ശരീരം മുഴുവനും സ്വർണ്ണാഭരണങ്ങൾ വാരിയിട്ടു, പടച്ചവനെ സ്പ്രേയും അടിച്ചിട്ട് പോകുന്ന രംഗം നീ കണ്ടിട്ടില്ലൂ? നാണമില്ലേടാ ചെറുപ്പക്കാരാ? നിനക്ക് കാണാനുള്ളതല്ലേ നിന്റെ ഭാര്യ? നീ കഷ്ടപ്പെട്ടല്ലേ സർവ്വതം വാങ്ങിക്കൊടുത്തത്? അവള് നിന്റെ മുന്നിൽ അത് ധരിച്ചു കൊണ്ടുവരില്ല, നാട്ടുകാരുടെ മുന്നിൽ ധരിച്ചു കൊണ്ടുപോകുന്നു. ചെറുപ്പക്കാരാ, നിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യയുണ്ടല്ലോ. നിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, അവള് സാരി വേണം, മാല വേണം, എന്ത് വേണമെന്ന് പറഞ്ഞാലും നീ വാങ്ങിക്കൊടുക്കും. ഏത് സുഗന്ധം വേണമെന്ന് പറഞ്ഞാലും നീ വാങ്ങിക്കൊടുക്കും. എന്നാ നിന്റെ മുന്നിൽ വരുന്ന കോല എങ്ങനെ നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാ നാട്ടുകാരെ കാണിക്കാനാ നീ വാങ്ങിക്കൊടുത്ത്? എടാ, വീടിന്റെ അലമാരിക്കകത്ത് അടച്ചു വെക്കാനുള്ളതല്ല പെണ്ണെ ഞാൻ പറയുന്നത്. പൊന്നുമോളെ, നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോകുമ്പോ ഒരുങ്ങിപ്പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൈലാഞ്ചി ഇടാതെ പോകുന്ന ഭാര്യ ഇഷ്ടമായിരുന്നില്ല. നീ കല്യാണത്തിന് അന്നല്ലേ മൈലാഞ്ചി ഇട്ട, പിന്നെ ഇട്ടിട്ടുണ്ടോ? രാത്രി ഭർത്താവിന്റെ അടുക്ക പോകുമ്പോ സുറുമ ഇട്ടുകൊണ്ട് പോണ എത്ര പെണ്ണുങ്ങളുണ്ട്? ഉസ്താദെ, എന്റെ പെട്ടിയവന്, എന്റെ ഭർത്താവിന് അയൽവാസിയായ പെണ്ണുമ്പിള്ളയായിട്ട് ഭയങ്കര കമ്പനിയാ ഉസ്താദെ. ആയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. നിന്റെ ഭർത്താക്കന്മാർക്ക് അടുത്തവന്റെ പെണ്ണുമ്പിള്ളയുമായിട്ട് ബന്ധം ഉണ്ടാകാനുള്ള കാരണം നീ തന്നെയല്ലേ? നീ നേരെ ജപ ഒരുങ്ങിക്കെട്ടി പോയിരുന്നെങ്കിൽ വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകെ നിന്റെ ഭർത്താവ് പോവോ? നീ നേരെ ജപ ഒരുങ്ങിക്കെട്ടി പോകേണ്ടതുപോലെ പോയിരുന്നെങ്കിൽ ഓരോ ദിവസവും കുളിച്ചൊരുങ്ങി മനോഹരമായ വസ്ത്രം ധരിച്ച് നിന്റെ ഭർത്താവിന് നിന്നെ കാണുമ്പോ കൊതി തോന്നുന്ന രീതിയിൽ നീ പോയിരുന്നെങ്കിൽ വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകെ നിന്റെ ഭാര്യ ഭർത്താവ് പോകില്ല. നീ അങ്ങനെ പോകില്ലല്ലോ. നീ കല്യാണ വീട്ടിൽ പോകുമ്പോ നിന്റെ ഒടുക്കത്തെ ഒരുക്കൊരുങ്ങി പോകും. അവിടെ നാട്ടുകാരെ കാണിക്കാൻ എഴുന്നള്ളത്തിന് പോകുന്ന ആന പോലെ. കെട്ടിയവന്റെ മുന്നിൽ പോകുമ്പോ അടുക്കളയിൽ ഇട്ടിരുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകും. പിന്നെ ഓടിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് പറയുന്ന, നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിക്ക് പോകും. ഇതാരോടാ പറയുന്നത്? 50 കഴിഞ്ഞ 45 വയസ്സ് കഴിഞ്ഞ ഭർത്താവ് ഒരു റൂമി, ഭാര്യ ഒരു റൂമി, ഇങ്ങനെ കിടക്കാം. ഈ സദസ്യരിക്കട വാപ്പമാരും ഉമ്മമാരും സ്വന്തം വീട്ടിലെ നിങ്ങൾ രണ്ടുപേരും പ്രായമായ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണ എത്ര കുടുംബമുള്ള? കിടക്കൂല. കാരണം എന്തേ? കടന്നിട്ട് പ്രയോജനമില്ല. വാപ്പ, നീ പെണ്ണ് കെട്ടിയത് സെക്സിന് വേണ്ടിയാ? നീ വികാരം തീർക്കാൻ വേണ്ടിയാ പെണ്ണ് കെട്ടിയേ? അല്ലാഹുവേ പടച്ചവനെ, ഭാര്യയും ഭർത്താവ് ഒരു മോഡലാ. 45 കഴിഞ്ഞ 2 റൂമി, പാപ്പ അവിടെ, ഉമ്മ ഇവിടെ. ആയിഷ വാടി കൂടെ കിടക്കാം. അല്ലോ, മക്കളൊക്കെ നിൽക്കുന്നില്ലേ? അതാ ഭർത്താവ് ഭാര്യ വിളിക്കണം, വാ നമുക്ക് ഒരുമിച്ച് കിടക്കാം. മക്കളൊക്കെ ഇല്ല. മക്കൾ നിൽക്കുന്നെന്ത്? അവർക്ക് സൂഹിക്കുന്നതിന് കുഴപ്പമില്ല. നിന്നെ കെട്ടിയത് മക്കളല്ല, നിന്റെ ഭർത്താവാ. ആ മനുഷ്യന്റെ കൂടെ മരിക്കണ കാലം വരെ താങ്ങും തണലുമായി നിൽക്കാനാ നിന്നെ വിവാഹം കഴിച്ച്. നീ അടുത്ത റൂമിൽ പോയി കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ചിന്തിക്കണം, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണം. വാപ്പ മരിക്കണ കാലം വരെ, മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് തന്നെ കിടക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ 5 സമയങ്ങളിൽ ഭാര്യയ്ക്ക് പൊട്ടാത്ത രീതിയിൽ അടി കൊടുക്കാമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്, നിങ്ങൾ അവളെ ചീത്ത വിളിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 3-ാമത്തെ കടമ എന്താ?
അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള മൂന്നാമത്തെ കടമ എന്തെന്നറിയോ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല, അടിമപ്പെണ്ണല്ല. ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ വീടിന്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നവനല്ലോ. യന്ത്രങ്ങൾ കറങ്ങുന്നത് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ കത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നവനല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഭർത്താക്കന്മാര് നിന്റെ ഭാര്യയെ സഹായിക്കടൂ. അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഭാര്യയുണ്ടല്ലോ, സമയം കിട്ടുമ്പോ നീ അവളെ സഹായിക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഭർത്താക്കന്മാര് അടുക്കളയിൽ കയറുന്നത് കുറച്ചലാണെന്ന് കരുതല്ലോ. ആരാ പറഞ്ഞു തന്നത്? അടുക്കളയിൽ കയറിയാ നിന്റെ അഭിമാനം ഇടിയുമെന്ന് ആരാ പറഞ്ഞു തന്നത്? മോനെ, ഒരിക്കലും നിന്റെ അഭിമാനം ഇടിയുകയില്ല. ഭാര്യയുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്നെ കുറിച്ച് വല്ലാത്ത മതിപ്പാടാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ പ്രവാചകൻ തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാ. കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷ ബീബി അങ്ങ് ഉറങ്ങിപ്പോയി. പ്രവാചകൻ വീടിന്റെ അകത്ത് വിശന്നുകൊണ്ട് ഓടി വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുവോ? ആയിഷ ബീവി ഇരുന്ന് ഉറങ്ങുകയാണ്. ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. പ്രവാചകൻ എന്തേ ചെയ്തതെന്നറിയുവോ? ഉറങ്ങുന്ന ആയിഷ ബീവിയെ ഉണർത്തിയില്ല. മിണ്ടാതെ ചെന്നിട്ട് മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാ. അടുത്ത് ചെന്നിട്ട് അതാ മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാണ്. കൊണ്ടുപോയിട്ട് പ്രവാചകന് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവസാനം ഉറങ്ങുന്ന ഭാര്യയുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ കാത്തിരിക്കുകയാ. പക്ഷേ ആയിഷ ബീവി ഉണരുന്നില്ല. അവസാനം അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, ആയിഷ എഴുന്നേക്ക്, ആയിഷ ഭക്ഷണം കഴിക്കുക, ആയിഷ. യാ റസൂലല്ലാഹ്, എന്തേ നബിയേ എന്നെ വിളിക്കാഞ്ഞത്? ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നത് നീയല്ലേ, ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി ആയിഷ. എന്റെ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിനെ കുറിച്ച് ആയിഷ ബീബി പറഞ്ഞത് എന്തെന്നറിയുമോ? എന്റെ ഭർത്താവുണ്ടല്ലോ, ഒട്ടകത്തിന് പുല്ലറുത്ത് കൊടുക്കുമായിരുന്നു, ആടിന്റെ പാല് കറക്കുമായിരുന്നു, എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു, എന്റെ വീടിന്റെ അകം തൂക്കുമായിരുന്നു, എന്റെ വസ്ത്രം കഴുകുമായിരുന്നു. അല്ലാഹുവേ, എന്റെ വീട്ടിലെ ജോലി മുഴുവനും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെയ്യുമായിരുന്നു എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഭാര്യയെ കുത്തുവാക്ക് പറയുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, നിനക്ക് ഇതിനകത്ത് എന്ത് ജോലിയാടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരാ, കണ്ണുള്ളപ്പോൾ അതിന്റെ വേദന നിനക്കറിയില്ലോ. നിന്റെ ഭാര്യ ഇല്ലാതെ വരുമ്പോ അവളൊന്ന് കിടന്നു പോകുമ്പോഴേ നിനക്കതിന്റെ പ്രയാസമാകൂ. പടച്ചവനേ, നിന്നെ കൊണ്ട് കഴിയുമോ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്തി മദ്രസയിലേക്ക് പറഞ്ഞു വിടാറ്, തിരിച്ചു വരുമ്പോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും എടുത്തിട്ട് ഉച്ചയ്ക്ക് തിന്നാനുള്ള ഭക്ഷണവും തയ്യാറാക്കിയിട്ട് അവരെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടാറ്. എന്നിട്ട് സ്വന്തമായിട്ട് കാപ്പി ഉണ്ടാക്കി കഴിക്കോ. ഉച്ചയ്ക്ക് നിന്റെ കൂടപ്പറപ്പുകൾക്കും വീട്ടുകാർക്കും ഭക്ഷണം ഉണ്ടാക്കോ. ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്ക് ചെറുപ്പക്കാരാ. ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് സമ്മതിക്കുമടാ പൊന്നുമോര്. പടച്ചവനെ, എനിക്കും നിങ്ങൾക്കും ഒരു തലവേദന വന്നോ? നമ്മൾ 4 പേരോട് പറയുമല്ലോ, പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എന്ത് വേദനയാണെങ്കിലും പരാതിയില്ല. ചായ വേണമെന്ന് പറഞ്ഞാൽ പടച്ചവനെ വേദനകൾ മുഴുവനും കടിച്ചമർത്തിയിട്ട് അടുക്കളയിൽ കിടന്നു ചെന്നിട്ട് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ. ചെറുപ്പക്കാരാ, അവളെ വേദനിപ്പിക്കല്ലേ പൊന്നുമോന്. റസൂലുള്ള പറയുന്ന സ്വഹാബ,
അവള് ഭക്ഷണം വെക്കുമ്പോ അവളെ സഹായിക്കലൊരു ഭർത്താവിന്റെ കടമയാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ സമയം കിട്ടുമ്പോ ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് മോനെ ഒന്ന് പച്ചക്കറി അരിഞ്ഞു കൊടുക്കാൻ, ഒന്ന് അരി കഴുകി കൊടുക്കാൻ, അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകി കൊടുക്കാൻ, ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും ആ അടുക്കളയിൽ പോയിരുന്നിട്ട് ഭാര്യയോട് ഒരു 5 മിനിറ്റും തമാശയെങ്കിലും പറഞ്ഞ് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നീ സമയം കണ്ടെത്തണം. അത് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയാണ് കുടുംബ ജീവിതത്തിലെ സന്തോഷവും ആനന്ദവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തന്നു, 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ലാ സലാസത്തുൻ സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദാ. ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാത്ത 3 വിഭാഗം ആൾക്കാരെ കുറിച്ചു, 3 വിഭാഗം ഭർത്താക്കന്മാരെ കുറിച്ചു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരിൽ 3 പേര് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. എഴുന്നേക്ക് നബി മുഹമ്മദ് മുസ്തഫ. എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. എഴുന്നേക്ക്. ബിസ്മില്ലാ. ഈ 3 ഭർത്താക്കന്മാർ ആരാ? പറ 3 സ്വലാത്ത്. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ എഴുന്നേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 ഭർത്താക്കന്മാർ ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്ന ഒന്ന്, ബക്കറ്റ് എടുക്കാൻ സമയമായോ? ബക്കറ്റ് എടുക്കൽ. അൽഹംദുലില്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിൽ കടന്നു വരേണ്ടത് പ്രവാചകന്റെ ഒരു ഹദീസ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. ആ ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. എന്താ പ്രവാചകൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലാ. വിപത്തുകളെ സദഖ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ബക്കറ്റുമായ സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് ഓടാ, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാ, തലതാഴ്ത്തി നിൽക്കുന്നവർക്ക് തലതാഴ്ത്തി നിൽക്കാ. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്താ, വാപ്പാ ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗത്തിനെ കുറിച്ച് നിനക്കറിയുമല്ലോ. അല്ലാഹുവേ, ഇന്നിവിടേക്ക് വാഴ്ന്നിന് വരുമ്പോഴും കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന പടച്ചവനെ ഒരു പിതാവിനെ കണ്ടിട്ടാണ് കടന്നു വരുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗമുണ്ടല്ലോ. അല്ലാഹുവേ, തന്റെ ശരീരം മുഴുവനും അല്ലാഹുവേ പടർന്ന് പന്തലിച്ചിരിക്കുകയാ. പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, ഒരേ ഒരു കിടപ്പാട്, ഒന്ന് വളയുക പോലും ചെയ്യുന്നില്ല. പടച്ചവനെ, 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി. ആ സമയത്തും എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ പിടിച്ചു ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ മനുഷ്യരാ. അല്ലാഹുവേ, പച്ചവെള്ളം പോലും ഇറക്കാൻ കഴിയാതെ എപ്പോഴാണെന്നറിയില്ല മരണം ഇങ്ങനെ പടച്ചവനെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ മക്കളും തന്റെ പിതാവിന്റെ അവസ്ഥ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് വന്നതാ. മോനെ, അറിഞ്ഞില്ലടാ പൊന്നുമോര്. പടച്ചവനെ, നിനക്കറിയുമോ, അങ്ങനെ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ?
സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങള്, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗികളെ കാണുന്നവരാ. പടച്ചവനെ, കിഡ്നി തകരുന്ന രോഗം ഇന്ന് വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാ. പടച്ചവനെ, ഡയാലിസിസ് ചെയ്യുന്ന എത്രയോ രോഗികളെ കാണുന്നവരാ. എന്തേ പെങ്ങളെ ചിന്തിക്കാത്തത്? എന്തേ പെങ്ങളെ ചിന്തിക്കാത്തത്? ഇന്ന് നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കാ നിന്റെ കയ്യിലില്ലല്ലോ. അവസാനം കിഡ്നി തകർന്നിട്ട് വീടിന്റെ അകത്ത് കിടക്കുമ്പോ 30-40 ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്കാരെങ്കിലും കിഡ്നി തരുമോ എന്ന് തെണ്ടുന്നവരെ കാണുന്നവരാ. നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കൂല. അവസാനം തകർന്നു കിടക്കുമ്പോ 25 ലക്ഷം തരാ, 30 ലക്ഷം തരാ, ആരെങ്കിലും എനിക്ക് ഒരു കിഡ്നി തരുമോ എന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ. അല്ലാഹു അങ്ങനെ ഒരു ഗതി നിനക്ക് തരൂല. 25-30 കൊടുക്കണ്ട. നിന്റെ കയ്യിലുള്ളതിൽ പടച്ച റബ്ബ് തന്നതിൽ നിന്ന് ഒരൽപ്പം കൊടുത്താ അസ്സദഖത്തു റദ്ദുൽ ബലാ. അങ്ങനെ ഒരു ഗതി അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കരുണക്കടലായ അല്ലാഹ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാ തമ്പുരാന്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർ, ഒരു നേരം മരുന്ന് വാങ്ങാനില്ലാത്തവർ, കിടക്കാൻ ഒരു കൂരയില്ലാത്ത പാവപ്പെട്ടവരുടെ കണ്ണുനീരപ്പുന്ന മക്കളാല്ലോ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു. ഇവനെ നീ കൈവിടല്ലേ അല്ലാ, ഇവനെ നീ കൈവിടല്ലേ അല്ലാ. ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുക്ക്. ഇത് കൊടുത്താ നിനക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അല്ലാഹ് മാറ്റിത്തരും. ഇന്ന് ചിലപ്പോ നീ ഒരു 10 ഇട്ടാ നിന്റെ രോഗം മാറും, ഒരു 50 രൂപ ഇട്ടാ നിന്റെ രോഗം മാറും. പക്ഷെ ഇടൂല, നീ കൈകെട്ടിയിരിക്കും. കിഡ്നി തകർന്നെന്ന് പറയുമ്പോ മാറ്റിവെക്ക 25 എങ്കിൽ 25. വീട് വിറ്റിട്ടാണെങ്കിൽ നീ അതിന് തയ്യാറാകും. നിനക്ക് അല്ലാഹു അങ്ങനെ ഒരു ഗതി തരൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു പടച്ചവൻ, ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഐശ്വര്യവും നീ നൽകിയതിൽ മുഴുവനിലും ബർക്കത്ത് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 4 കാര്യം പടന്നയിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയിട്ട് എന്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട ഒരു ഗതികേട് അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഒരു 4 കാര്യം ഞാൻ പറഞ്ഞുതരാം ഉസ്താദെ. നിസാരമായ 4 കാര്യങ്ങൾ. ഈ 4 കാര്യം ഇന്ന് മുതൽ സൂക്ഷിക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക്. നിനക്ക് അല്ലാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരൂല. കൈപൊക്ക്. മനസ്സുള്ളവൻ പൊക്കിയാൽ മതി, എല്ലാത്തവൻ പൊക്കണ്ട. നിനക്ക് ദാരിദ്ര്യം വേണമെങ്കിൽ നീ പൊക്കാതിരുന്നു. ഇൻഷാ അല്ലാഹ്. വേണ്ടവർ കൈപൊക്ക്, വേണ്ടവർ കൈപൊക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ. താല്പര്യമുണ്ടോ? എന്താ പെണ്ണുങ്ങളെ വേണോ? നിനക്ക് ബറക്കത്ത് വേണോ? അല്ലാഹു ഒരു കാലത്തും ഒരുത്തന്റെ മുന്നിലും പോയിട്ട് ശരീരം വിറ്റിട്ട് ജീവിക്കേണ്ട ഗതികേട് നിനക്ക് തരൂല. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരു അവസ്ഥ അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആഗ്രഹമുള്ളവർ കൈപൊക്ക്. ഇന്ന് മുതൽ സൂക്ഷിക്കാം. ഇന്ന് മുതൽ താല്പര്യം ഉണ്ടെങ്കിൽ പൊക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ. ചിലപ്പോൾ നീ ഒറ്റ ആമീന്റെ പേരിൽ രക്ഷപ്പെട്ടു പോകും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.